ഉം. മനുഷ്യന്റെ ചില തെരഞ്ഞെടുപ്പുകൾ, പിന്നെ ആ തീരുമാനങ്ങൾ വരുത്തിവെക്കുന്ന വലിയ അനന്തരഫലങ്ങൾ, ഒപ്പം മനുഷ്യനേക്കാൾ വലിയ മാറ്റമില്ലാത്തൊരു സത്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ എങ്ങനെ ഒരു ചെറിയ വാചകത്തിൽ ഒതുക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? അതെ അതെ, ശരിക്കും ഇതൊക്കെ വളരെ വലിയ ദാർശനിക ആശയങ്ങളാണ്. ശരിയാണ്. അതായത് ആയിരക്കണക്കിന് പേജുകളുള്ള വലിയ പുസ്തകങ്ങൾ വായിച്ചാൽ പോലും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്തത്ര സങ്കീർണമായ കാര്യങ്ങൾ കേവലം ചില വാക്കുകളിലേക്ക് ചുരുക്കുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യമാണ്. തീർച്ചയായും. പക്ഷെ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന കാര്യത്തിൽ ആ അസാധ്യമായ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ, ഇന്ന് ഈ സ്രോതസ്സുകളിലൂടെയുള്ള നമ്മുടെ അന്വേഷണത്തിൽ നമ്മുടെ മുന്നിലുള്ളത് കൃത്യമായി അങ്ങനെയൊരു വാക്യമാണ്. നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് ദ മൈറ്റ് ഓഫ് ദി ഡിവൈൻ റിമൈൻഡർ എന്നതിലെ വളരെ ചെറിയൊരു ഭാഗമാണ്. അതായത് ഖുറാനിലെ ഒരു അധ്യായമായ സൂറ ഫുസ്സിലത്ത് അതിലെ 41-ാമത്തെ വാക്യമാണത്. ഈ ഒറ്റ വാചകം പറയുന്നത് ഇങ്ങനെയാണ്: അവരിലെത്തുമ്പോൾ ആ ഓർമ്മപ്പെടുത്തലിനെ നിരസിക്കുന്നവർ നഷ്ടപ്പെട്ടവരാണ്. തീർച്ചയായും ഇതൊരു മഹത്തായ ഗ്രന്ഥമാണ്. കേൾക്കുമ്പോൾ വളരെ ലളിതമായൊരു വാചകമല്ലേ? അതെ, വളരെ ലളിതമാണ്. പക്ഷെ ഇതിലെ ഓരോ വാക്കും മനുഷ്യന്റെ ആന്തരികമായ ചില സത്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. തീർച്ചയായും. ഈയൊരു വാക്യത്തെ നമ്മൾ സമീപിക്കേണ്ടത് ഒരു ശാസ്ത്രജ്ഞൻ മൈക്രോസ്കോപ്പിലൂടെ ഒരു ചെറിയ കോശത്തെ നിരീക്ഷിക്കുന്ന അതേ സൂക്ഷ്മതയോടെയാകണം. എന്നുവെച്ചാൽ ഒരു വാക്കുപോലും വെറുതെ കളയാനില്ല, അല്ലേ? അതെ, ഇവിടെ വെറുതെ ഉപയോഗിച്ചിട്ടുള്ള ഒറ്റ വാക്കുപോലുമില്ല. ഒരു വാചകം എങ്ങനെയാണ് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെയും, അതായത് സത്യത്തെ നേരിടുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെയും, ഒടുവിൽ അത് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്നതിനെയും ഒരേ സമയം അഭിസംബോധന ചെയ്യുന്നതെന്നും മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ വാക്യത്തെ കേവലം എഴുതിവെച്ച ഒരു നിയമം എന്നതിലുപരി വളരെ സജീവമായ ഒരു ആശയവിനിമയമായി വേണം നമ്മൾ കാണാൻ. അവിടെയാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം. ആ ഒരു പോയിന്റിൽ നിന്നാണ് എനിക്ക് തുടങ്ങാനുള്ളതും. അതായത് ഈ സ്രോതസ്സിൽ, ഈ ഗ്രന്ഥത്തെ ഒരു നിയമപുസ്തകമെന്നോ അല്ലെങ്കിൽ പുതിയ വിവരങ്ങളടങ്ങിയ ഒരു വിജ്ഞാന കോശമെന്നോ ഒന്നും അല്ല വിളിച്ചിരിക്കുന്നത്. മറിച്ച് അതൊരു ഓർമ്മപ്പെടുത്തൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു ദാർശനിക തലത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ വലിയൊരു ചിന്തയല്ലേ? ശരിക്കും വളരെ കൃത്യമായ നിരീക്ഷണമാണത്. കാരണം നമുക്ക് തീർത്തും അപരിചിതമായ ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും നമ്മളെ ഓർമ്മപ്പെടുത്താൻ കഴിയില്ലല്ലോ. പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനേ കഴിയൂ. അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന സത്യം മനുഷ്യന്റെ ഉള്ളിൽ എവിടെയോ ഇതിനകം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ കാതൽ. ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ തട്ടി ഉണർത്തിക്കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് പുറത്തുനിന്നും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. മറിച്ച് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിലോ അല്ലെങ്കിൽ മറ്റു സ്വാധീനങ്ങളാലോ അതല്ലെങ്കിൽ മനുഷ്യസഹജമായ മറവി കൊണ്ടോ മൂടിപ്പോയ ഒരു അടിസ്ഥാന സത്യത്തെ അത് വീണ്ടും ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു തരം ഫ്ലാഷ് ബാക്ക് പോലെ. അതെ അതെ, ഇത് കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നുക, ഓ, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ എന്നാണ്. അപ്പോൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ എഴുതി വയ്ക്കുന്ന ഒരു പോസ്റ്റ് നോട്ട് പോലെയോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ വയ്ക്കുന്ന ഒരു അലാറം പോലെയോ ആണോ ഈ ഓർമ്മപ്പെടുത്തൽ? ഒരു പരിധിവരെ അങ്ങനെ പറയാം. എനിക്ക് തോന്നുന്നത് അതിലും കുറച്ചുകൂടി സജീവമായ എന്തോ ഒന്ന് ഈ വാക്യത്തിലുണ്ട് എന്നാണ്. കാരണം സ്രോതസ്സിലെ ആ പ്രയോഗം ശ്രദ്ധിക്കൂ. അവരിൽ എത്തുമ്പോൾ എന്നാണ് പറയുന്നത്. അലാറമോ പോസ്റ്റ് നോട്ടോ നമ്മൾ തന്നെ നിർമ്മിച്ചു വയ്ക്കുന്നതാണല്ലോ. അതെ, ഈ ഓർമ്മപ്പെടുത്തൽ അവരിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. അതൊരു സജീവമായ പ്രക്രിയയല്ലേ? എന്നുവെച്ചാൽ എന്തോ ഒന്ന് നമ്മളെ തേടി വരുന്നതുപോലെ. അതാണ് ഇതിലെ ഏറ്റവും സങ്കീർണമായ ഭാഗം. ഇതൊരു ലൈബ്രറിയിൽ പൊടിപിടിച്ച് ആരെങ്കിലും വന്ന് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിഷ്ക്രിയമായൊരു പുസ്തകമല്ല. അവരിലെത്തുമ്പോൾ എന്ന പ്രയോഗം വ്യക്തമാക്കുന്നത് ഈ സന്ദേശം മനുഷ്യരിലേക്ക് വളരെ സജീവമായി ഇടപെടുന്നു എന്നാണ്. ഈ ആശയത്തെ മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉപമ നോക്കാം. തീർച്ചയായും, അതായിരിക്കും കൂടുതൽ വ്യക്തമാവുക. കാട്ടിൽ വഴിതെറ്റിയ ഒരു യാത്രികനെ സങ്കൽപ്പിക്കുക. അയാളുടെ പോക്കറ്റിൽ ഒരു വടക്കുനോക്കി യന്ത്രം ഉണ്ടെന്ന് കരുതുക. ഒരു കോമ്പസ്. അതെ, ഒരു കോമ്പസ്. ആ കോമ്പസ് അയാളോട് ഒച്ച വയ്ക്കുന്നില്ല, അയാളുടെ കാലുകളെ ബലമായി പിടിച്ച് മുന്നോട്ട് നടത്തുന്നുമില്ല.
എന്നാൽ അത് വളരെ സജീവമായി നിരന്തരം വടക്ക് ദിശ ഏതെന്നും യഥാർത്ഥ വഴി ഏതെന്നും അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരിയാണ്. അയാളുടെ യാത്രയിൽ അതൊരു സജീവ സാന്നിധ്യമാണ്. അതുപോലെയാണ് ഈ ഓർമ്മപ്പെടുത്തൽ. മനുഷ്യർ ഇതിനെ അന്വേഷിച്ച് പോകുന്നതിനു മുമ്പ് തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി ഈ സത്യം അവരിലേക്ക് എത്തിച്ചേരുന്നു. അതൊരു വലിയ തിരിച്ചറിവാണ്. അപ്പോഴാണ് ഏറ്റവും നിർണായകമായ ആ നിമിഷം സംഭവിക്കുന്നത്. അതായത് ആ യാത്രികൻ ആ കോമ്പസിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന നിമിഷം. അവിടെയാണ് മനുഷ്യന്റെ തിരഞ്ഞെടുപ്പ് കടന്നുവരുന്നത്, അല്ലേ? ആ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ സ്രോതസ് പറയുന്നത് മനുഷ്യരുടെ ആ പ്രതികരണത്തെക്കുറിച്ചാണ്. അതെ, ആ ഓർമ്മപ്പെടുത്തലിനെ മനുഷ്യർ നിരസിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. നിങ്ങൾക്കും ഒരുപക്ഷെ ഇത് തോന്നിയിട്ടുണ്ടാകാം. എന്താണത്? ഈ നിരസിക്കുന്നവരെ വാക്യത്തിൽ ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള ഒരു വാക്കുപയോഗിച്ചാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ടവർ എന്നാണ് ആ വാക്ക്. അതെ. ഓർമ്മപ്പെടുത്തൽ നിരസിക്കുന്നവരെ മറ്റൊരു വാക്കും ഉപയോഗിക്കാതെ നേരിട്ട് നഷ്ടപ്പെട്ടവർ എന്ന് വിളിക്കുന്നത് വളരെ കർശനമായ അല്ലെങ്കിൽ കുറച്ച് പരുഷമായ ഒരു തീരുമാനമല്ലേ? എന്നുവെച്ചാൽ അതായത് ഒരു വ്യക്തിക്ക് ഒരു ഗ്രന്ഥത്തോട് വിയോജിപ്പുണ്ടാകാം. അതൊരു സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസം മാത്രമല്ലേ? അവരെ നേരിട്ട് നഷ്ടപ്പെട്ടവരെന്ന് മുദ്രകുത്തുന്നത് എന്തുകൊണ്ടാണ്? അതൊരു മികച്ച ചോദ്യമാണ്. ഒറ്റനോട്ടത്തിൽ അതൊരു പരുഷമായ വിധിയെഴുത്തായി നമുക്ക് തോന്നാം. എന്നാൽ ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രവും ആ ഒരു കാരണകാര്യബന്ധവും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ യാത്രികന്റെ ഉപമയിലേക്ക് തന്നെ മടങ്ങാം. കോമ്പസ് കൃത്യമായ വഴി കാണിക്കുന്നുണ്ട്. എന്നാൽ ആ യാത്രികന് ആ വഴിയിലൂടെ നടക്കാൻ താൽപ്പര്യമില്ല. കാരണം ആ വഴിയിൽ ഒരുപാട് പാറകളും തടസ്സങ്ങളുമുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്. അതെ, അയാൾക്ക് നടക്കാൻ എളുപ്പമുള്ള മറ്റൊരു വഴിയാണ് വേണ്ടത്. അതിനാൽ അയാൾ ആ കോമ്പസ് കാണിക്കുന്ന വഴിയെ നിരസിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അയാൾ ആ സത്യത്തെ നിരസിക്കുന്നത് അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല, വഴി അതല്ല എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടുമല്ല, മറിച്ച് തനിക്ക് സൗകര്യപ്രദമായ ജീവിതരീതി മാറ്റാൻ അയാൾ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. ഇത് ബോധപൂർവമുള്ളൊരു പ്രവൃത്തിയാണ്, അറിവില്ലായ്മ കൊണ്ടുള്ളൊരു തെറ്റല്ല ഇത്. അതായത് ഈ നിരസിക്കൽ എന്നത് ആന്തരികമായ ഒരു സത്യത്തെ ബോധപൂർവം തള്ളിക്കളയുന്നതാണ്, അല്ലേ? അതെ, തീർച്ചയായും. മനുഷ്യന്റെ ഈഗോ അഥവാ ആ ഒരു അഹംബോധം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ളൊരു സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ചിരുന്നതോ പ്രവർത്തിച്ചിരുന്നതോ തെറ്റായിരുന്നു എന്ന് നിങ്ങൾ സ്വയം സമ്മതിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്, സ്വയം തെറ്റ് സമ്മതിക്കുക എന്ന് പറയുന്നത്. അതെ, ആ തിരിച്ചറിവ് മനുഷ്യന് വലിയൊരു മാനസിക സംഘർഷമുണ്ടാക്കുന്ന ഒന്നാണ്. സ്വന്തം ജീവിതരീതി മാറ്റുക, തനിക്ക് തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കുക എന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയാണ്, ആർക്കും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യർ എളുപ്പവഴി തിരഞ്ഞെടുക്കുന്നു. ആ സത്യത്തെ തന്നെ അങ്ങ് നിരസിക്കുക, ആ ഓർമ്മപ്പെടുത്തൽ തെറ്റാണെന്ന് സ്ഥാപിക്കുക. ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ സ്വന്തം ജീവിതവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു യാഥാർത്ഥ്യം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ മടി തോന്നിയിട്ടുണ്ടോ? അത് അംഗീകരിച്ചാൽ നിങ്ങളുടെ ചില ശീലങ്ങൾ മാറ്റേണ്ടി വരും എന്നതുകൊണ്ട് മാത്രം ആ സത്യത്തെ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ സത്യമല്ല, മറിച്ച് ശരിയായ രീതിയിൽ ജീവിക്കാനുള്ള നിങ്ങളുടെ തന്നെ അവസരമാണ്. കൃത്യമായി പറഞ്ഞാൽ അതാണ് ആ വാക്യത്തിലെ നഷ്ടപ്പെട്ടവർ എന്ന പ്രയോഗത്തിന്റെ പൊരുൾ. നമ്മൾ സാധാരണഗതിയിൽ നഷ്ടം എന്ന് പറയുന്നത് സാമ്പത്തികമായോ ഭൗതികമായോ ഉള്ള കാര്യങ്ങൾക്കാണല്ലോ. അതെ, പണമോ മറ്റെന്തെങ്കിലുമോ നഷ്ടപ്പെടുമ്പോൾ. എന്നാൽ ദാർശനികമായി നോക്കുമ്പോൾ ഏറ്റവും വലിയ നഷ്ടമെന്നത് ഒരു അവസരമില്ലാതാകലാണ്. സ്വന്തം ഉണ്മയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്താൻ വന്ന ഒരു സന്ദേശത്തെ അഹങ്കാരം കൊണ്ടോ ഈഗോ കൊണ്ടോ നിരസിക്കുമ്പോൾ ആ നിരസിക്കുന്ന വ്യക്തിക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത്. അല്ലാതെ ആ ഗ്രന്ഥത്തിനല്ല, അല്ലേ? ഒരിക്കലുമല്ല. ആ ഗ്രന്ഥത്തിനല്ല യാതൊന്നും നഷ്ടപ്പെടുന്നത്. സ്വയം കണ്ടെത്താനുള്ള ശരിയായ ദിശയിലേക്ക് നടക്കാനുള്ള സ്വന്തം അവസരമാണ് അവർ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മറ്റൊരു വിശേഷണവും നൽകാതെ ഏറ്റവും കൃത്യമായി അവരെ നഷ്ടപ്പെട്ടവരെന്ന് മാത്രം വിളിക്കുന്നത്. വാവ്, അതൊരു വലിയ തിരിച്ചറിവാണ്. അപ്പോൾ നിരസിക്കുന്നത് ആ സത്യം മനസ്സിലാവാത്തതുകൊണ്ടല്ല, മറിച്ച് അത് മനസ്സിലായിട്ടും സ്വന്തം ഈഗോയെ സംരക്ഷിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്നതാണ്. അതെ. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. എന്റെ അടുത്ത ചോദ്യം ആ ഗ്രന്ഥത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. ചോദിക്കൂ.
ഇങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം മനുഷ്യരും തങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി ഈ ഓർമ്മപ്പെടുത്തലിനെ നിരസിക്കുന്നു എന്ന് കരുതുക. ആരും സ്വീകരിക്കാതെ വരുമ്പോൾ ആ ഗ്രന്ഥത്തിന്റെ വില കുറയില്ലേ? ഉം, പക്ഷേ ഈ വാക്യം അവസാനിക്കുന്നത് മറ്റൊരു വലിയ പ്രഖ്യാപനത്തോടെയാണ്. അതായത് തീർച്ചയായും ഇതൊരു മഹത്തായ ഗ്രന്ഥമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊരു വലിയ വൈരുദ്ധ്യമല്ലേ? എങ്ങനെ? സാധാരണയായി നമ്മൾ മഹത്തായ അല്ലെങ്കിൽ കരുത്തുറ്റ എന്നൊക്കെ പറയുന്നത് വലിയ പർവ്വതങ്ങൾക്കോ അല്ലെങ്കിൽ വിശാലമായ സൈന്യത്തിനോ ഒക്കെയല്ലേ? യാതൊരു ഭൗതികമായ ബലവുമില്ലാത്ത കേവലം വാക്കുകൾ മാത്രമുള്ള ഒരു ഗ്രന്ഥത്തിന് എങ്ങനെയാണ് ഇത്രയും കരുത്തുണ്ടാകുന്നത്? പ്രത്യേകിച്ചും ആളുകൾ അതിനെ നിരസിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആ കരുത്ത് എന്ന വാക്കിനെ നമ്മൾ എങ്ങനെ നിർവചിക്കുന്നു എന്നതിലാണിരിക്കുന്നത്. അധികാരത്തെയും കരുത്തിനെയും നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഏതൊക്കെയാണ് ആ രണ്ട് രീതികൾ? ഒന്ന്, ബാഹ്യമായ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കുന്ന കരുത്ത്, അതായത് പുറത്തുനിന്നുള്ള പിന്തുണ. രണ്ടാമത്തേത്, സ്വയമേവ നിലനിൽക്കുന്ന ആന്തരികമായ കരുത്ത്. ഉദാഹരണത്തിന്, ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ ഭരണാധികാരിയുടെയോ കരുത്തെന്താണ്? അത് ജനങ്ങളുടെ വോട്ടും പിന്തുണയുമാണ്. ജനങ്ങൾ പിന്തുണ പിൻവലിച്ചാൽ ആ നിമിഷം ആ ഭരണാധികാരിയുടെ കരുത്ത് ഇല്ലാതാവും. അതെ, അത് ശരിയാണ്. അതായത് അവരുടെ കരുത്ത് പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ചാണിരിക്കുന്നത്. എന്നാൽ ഈ ഗ്രന്ഥത്തിന്റെ കരുത്ത് അത്തരത്തിലുള്ള ഒന്നല്ല. ഇതൊരു ആന്തരികമായ കരുത്താണ്. എനിക്കത് പൂർണ്ണമായി മനസ്സിലായില്ല. മറ്റുള്ളവരെ ആശ്രയിക്കാത്ത കരുത്തെന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഗ്രന്ഥത്തിന് എങ്ങനെയാണ് സ്വയമേവ കരുത്തുണ്ടാകുന്നത്? നമുക്ക് ശാസ്ത്രത്തിലെ ഒരു ഉദാഹരണം എടുക്കാം. ഗുരുത്വാകർഷണ നിയമത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഗുരുത്വാകർഷണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വലിയ സത്യമാണ്. നാളെ രാവിലെ ലോകത്തുള്ള 1 കോടി ആളുകൾ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ഇനി മുതൽ ഗുരുത്വാകർഷണത്തിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അതിനെ നിരസിക്കുന്നു എന്ന്. അങ്ങനെ അവർ തീരുമാനിച്ചതുകൊണ്ട് ഗുരുത്വാകർഷണത്തിന്റെ കരുത്ത് കുറയുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവർ അത് വിശ്വസിച്ചില്ലെങ്കിലും അവരൊരു വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയാൽ താഴെ വീഴും. വീണ് പരിക്കേൽക്കുമ്പോൾ അവരാണ് നഷ്ടപ്പെട്ടവരാകുന്നത്. അവിടെ ഗുരുത്വാകർഷണ നിയമത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. അതൊരു മികച്ച ഉദാഹരണമാണ്. അത് ആരുടെയും വോട്ടിങ്ങിനെയോ പിന്തുണയെയോ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. അതിന്റെ കരുത്ത് അതിലെ സത്യത്തിലാണ്. അതുപോലെയാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ ആ മഹത്തായ കരുത്ത്. മനുഷ്യരത് നിരസിച്ചാലും സ്വീകരിച്ചാലും അതിലെ സത്യം മാറ്റമില്ലാതെ തുടരും. അത് വളരെ കൃത്യമായൊരു വിശദീകരണമാണ്. ആരും വിശ്വസിച്ചില്ലെങ്കിലും സത്യം സത്യമായി തന്നെ നിലനിൽക്കും. സ്രോതസ്സിലെ ആ വാക്യത്തിന്റെ ഘടന നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ആദ്യ ഭാഗത്ത് ആളുകൾ അതിനെ നിരസിക്കുന്നതിനെക്കുറിച്ചും അവരുടെ നഷ്ടത്തെക്കുറിച്ചും പറയുന്നു. തുടർന്ന് ഒരു ചെറിയ വര, അതായത് ഒരു ഡാഷ് ഇട്ടിട്ട് തീർച്ചയായും ഇതൊരു മഹത്തായ ഗ്രന്ഥമാണ് എന്ന് പറയുന്നു. അതെ, ആ ഡാഷ് പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളും ആ ഗ്രന്ഥത്തിന്റെ അചഞ്ചലമായ പ്രകൃതവും തമ്മിലുള്ള ഒരു വ്യക്തമായ വേർതിരിവാണ് ആ ഡാഷ് കാണിക്കുന്നതല്ലേ? കൃത്യമായി നിരീക്ഷിച്ചു. ഈയൊരു വാക്യം മനുഷ്യന്റെ പരിമിതികളെയും സത്യത്തിന്റെ അനന്തതയെയും ഒരുമിച്ച് കാണിച്ചു തരുകയാണ്. നിങ്ങളൊരു സത്യത്തെ നിരസിക്കുമ്പോൾ നിങ്ങൾ ആ സത്യത്തെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആ സത്യത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റി നിർത്തുകയാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ വാക്യത്തിൽ ഇത്രയധികം ദാർശനികമായ ആഴമുണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. ശരിയാണ്. ഒരു ഭാഗത്ത് സ്വന്തം ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സത്യത്തെ നിരസിക്കുന്ന മനുഷ്യൻ, മറുഭാഗത്ത് ആ നിരസിക്കലുകൾക്കൊന്നും യാതൊരു പോറലും ഏൽപ്പിക്കാൻ കഴിയാത്തത്ര കരുത്തുറ്റ മഹത്തായ ഒരു സന്ദേശം. ഇത് കേവലം പഴയകാലത്തെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പരാമർശം മാത്രമല്ല. പിന്നെയോ? ഇന്നത്തെ കാലത്തും നമ്മൾ എങ്ങനെയാണ് അറിവിനെയും ഓർമ്മപ്പെടുത്തലുകളെയും കൈകാര്യം ചെയ്യുന്നത് എന്നതിലേക്കുള്ള വലിയൊരു ചൂണ്ടുവലക കൂടിയാണിത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒറ്റ വരിയിലൂടെ നടത്തിയ ഈ വിശകലനത്തിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നമ്മളെ തേടിവരുന്ന ഓർമ്മപ്പെടുത്തലുകൾ വളരെ സജീവമാണ്. നമ്മൾ അതിനെ നിരസിക്കുന്നത് മിക്കവാറും നമ്മുടെ ഈഗോ കാരണമാണ്. അങ്ങനെ നിരസിക്കുമ്പോൾ സത്യത്തിനല്ല, നമുക്ക് തന്നെയാണ് നഷ്ടം സംഭവിക്കുന്നത്. ആ സത്യം അപ്പോഴും പൂർണ്ണമായ കരുത്തോടെ നിലനിൽക്കുന്നു. ഈ ആശയങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? അതെ, നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു മഹാസമുദ്രത്തിലാണ്. എപ്പോഴും എന്തൊക്കെയോ അറിവുകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്.
ഇതിൽ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ബോധത്തെ ഉണർത്തുന്ന ഓർമ്മപ്പെടുത്തലുകൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിമർശനാത്മക ചിന്ത നമുക്കുണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ആ ക്രിട്ടിക്കൽ തിങ്കിംഗ് വളരെ ആവശ്യമാണ്. ഒരു പുതിയ സത്യം, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയ ഒരു പഴയ സത്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ സുഖകരമായ ജീവിത രീതിക്ക് ഒരുപക്ഷെ തടസ്സമായേക്കാം. അപ്പോൾ ഉടൻ തന്നെ പ്രതിരോധം തീർത്ത് അതിനെ തള്ളിക്കളയാതെ നമ്മളൊന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. ഇത് ഞാൻ നിരസിക്കുന്നത് എനിക്കിതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ, അതോ ഇത് അംഗീകരിച്ചാൽ എനിക്ക് എന്നെ തന്നെ മാറ്റേണ്ടി വരും എന്ന ഭയം കൊണ്ടാണോന്ന് സ്വയം ചോദിക്കാൻ കഴിയണം. കാരണം നമ്മളെടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പും ആത്യന്തികമായി നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത് എന്ന ഈ വാക്യം വളരെ വ്യക്തമായി അടിവരയിടുന്നു. അതായത് സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ വളർത്തിയെടുക്കണമല്ലേ? കാരണം സത്യം അതിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിൽ പങ്കുചേർന്ന് മുന്നോട്ടു പോകണോ, അതോ സ്വന്തം ഈഗോയുടെ തടവറയിൽ കിടന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. തീർച്ചയായും. നിങ്ങളുടെ ഈ വിശദമായ വിശകലനങ്ങൾക്ക് വലിയ നന്ദി. വളരെ സങ്കീർണമായ ഒരു ദാർശനിക ആശയത്തെ ഇത്രയും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു. എനിക്കും ഈ സംഭാഷണം വളരെ അർത്ഥവത്തായി തോന്നി. ഒരൊറ്റ വാക്യത്തിനുള്ളിൽ മനുഷ്യന്റെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളെയും ഉൾക്കൊള്ളിച്ച ആ സ്രോതസ്സിന്റെ കരുത്ത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. അതെ. അപ്പോൾ നമ്മുടെ ഈ സ്രോതസ്സുകളിലൂടെയുള്ള അന്വേഷണം നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ എപ്പോഴും ചെയ്യുന്നതുപോലെ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായി ഞാനൊരു ചിന്ത ബാക്കി വയ്ക്കാം. നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങളിൽ നിന്നും നേരിട്ടുരുത്തിരിഞ്ഞ ഒന്നാണിത്. ലക്ഷ്യം നിങ്ങളെ തട്ടി ഉണർത്തുക എന്നത് മാത്രമാണെങ്കിൽ, ഒരു വേള ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തങ്ങളുടെ ഈഗോയെ മാറ്റിവെച്ച് ഈ സത്യം മനസ്സിലാക്കി ഉണർന്നു കഴിഞ്ഞാൽ, ആ ഓർമ്മപ്പെടുത്തലിന്റെ ആ മഹത്തായ കരുത്തിന് പിന്നീടെന്ത് സംഭവിക്കും? ആർക്കും ഇനി പുതിയതായി ഓർമ്മപ്പെടുത്താൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അത് കൂടുതൽ കരുത്തുറ്റതാകുമോ? അതോ എല്ലാവരും ഉണർന്നു കഴിഞ്ഞതുകൊണ്ട് ആ കരുത്ത് മറ്റൊരു തലത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമോ? ഇതൊരു പക്ഷേ കേൾക്കുമ്പോൾ ലളിതമായൊരു ചോദ്യമായി തോന്നാം. പക്ഷേ ഇതിന്റെ ഉത്തരം അന്വേഷിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിച്ച ഈ ആശയത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുക. വീണ്ടും കാണാം.